ഏകാദശി ദിവസം അനന്തപുരിയിൽ, അതായത് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ ഏറ്റവും മഹനീയമായ ഒരു ദർശനം പ്രഭാതം മുതൽ സന്ധ്യാനേരം വരെ ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നടന്നു പോകത്തക്ക ദൂരത്തിൽ മാത്രം, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീവരാഹം വരാഹമൂർത്തി ക്ഷേത്രം. ഇവിടെ വരാഹമൂർത്തി ദേവീ സമേതനായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗവാതിൽ ഏകാദശിക്ക് ഇവിടുത്തെ ദർശനം ഏറ്റവും വിലപ്പെട്ടതാണ്. മാത്രമല്ല, അന്നേ ദിവസം ഭഗവാന്റെ പ്രധാന ശ്രീകോവിലിന് പുറത്ത് മണ്ഡപത്തിൽ ഭഗവാനെ പ്രത്യേക അലങ്കാരത്തോടുകൂടി ഒരുക്കിയിരുത്തുമെന്നുള്ളതാണ്. അപ്പോൾ പ്രഭാതത്തിൽ ഭഗവാനെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തരും ഈ മണ്ഡപത്തിലിരിക്കുന്ന ഭഗവാനെ ദർശിച്ചാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്നതും. അതിനുശേഷം പ്രധാന ശ്രീകോവിലിൽ ഇരിക്കുന്ന ഭഗവാനെയും ദർശിച്ചതിന് ശേഷം ആണ് മടങ്ങുന്നത്. വളരെ അനുഗ്രഹം നിറഞ്ഞൊരു കാഴ്ചയാണ്. മാത്രമല്ല, പ്രഭാതത്തിൽ ഈ ദർശനം ലഭിക്കുന്നതോടൊപ്പം തന്നെ സായാഹ്നത്തിൽ ഭഗവാൻ നാലമ്പലത്തിനുള്ളിൽ നിന്നും പുറത്തു വന്ന്, ക്ഷേത്രത്തിന് പുറത്ത് വന്ന് ആ വാഹനത്തിലേറി 3 പ്രദക്ഷിണം വരും. അതും ദേവീ സമേതനായി, ലക്ഷ്മി സമേതനായ വരാഹമൂർത്തിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം എന്നാണ്. എന്തായാലും ഭൂമിയെ ഉദ്ധരിക്കാനായി ഭഗവാൻ മഹാവിഷ്ണു വരാഹ അവതാരം കൈക്കൊണ്ടു. സൃഷ്ടി പൂർണ്ണമാകണമെങ്കിൽ ഭൂമി വേണം. തിന്മയാകുന്ന ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിയെ വീണ്ടെടുക്കണം. ദേവന്മാരുടെ അപേക്ഷയിൽ ഒരു ഘോണി ശിശുവായി നാൻമുഖന്റെ നാസാരന്ധ്രത്തിൽ നിന്നും അവതരിച്ചു. അങ്കുഷ്ടി വലിപ്പത്തിലുള്ള ആ വരാഹ പൈതൽ നിമിഷാർദ്ധത്തിൽ പർവ്വതതുല്യനായി വളർന്നു. ഉഗ്രമൂർത്തിയായി അലറാൻ തുടങ്ങി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവാദിദേവകളും വരാഹ സ്തോത്രം ചൊല്ലി ഭഗവാനെ ശാന്തനാക്കി. അതിഘോരമായ യുദ്ധത്താൽ ഹിരണ്യാക്ഷ നിഗ്രഹം കഴിഞ്ഞ ഭഗവാൻ ഭൂമിദേവിയെ തൻ്റെ തേറ്റയിൽ ഏറ്റുകയും, എന്നാൽ ഭൂമിദേവി അവിടെ നിന്നും താഴെ ഇറങ്ങാൻ കൂട്ടാക്കാതെ വരം ആവശ്യപ്പെടുകയുമുണ്ടായി. തന്നിലുള്ള ജീവജാലങ്ങൾക്ക് മുക്തി നൽകണമത്രേ. അതായിരുന്നു ദേവി ചോദിച്ച വരം. കുറുക്ക് വഴിയിലുള്ള ഈ മോക്ഷപ്രാപ്തി നൽകാൻ സാധ്യമല്ലെന്ന് ഭഗവാൻ കൽപ്പിച്ചു. എന്നാൽ ഞാൻ അങ്ങയുടെ തേറ്റയിൽ തന്നെ വസിച്ചു കൊള്ളാമെന്ന് ദേവിയും. കനിവ് തോന്നിയ ഭഗവാൻ ഭൂമിദേവിക്കൊരു വരം നൽകി. നിന്റെ സ്ഥലത്ത്, അതായത് ഭൂമിയിൽ എനിക്കായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് ഞാൻ മോക്ഷപ്രാപ്തി നൽകിക്കൊള്ളാം. നമ്മളിന്ന് ഒത്തുകൂടുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ഏറെ പ്രശസ്തവുമായ ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര സന്നിധിയിലാണ്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് വിശേഷിപ്പിക്കുന്നത്. കൃഷ്ണൻ തൻ്റെ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന ഒരു ഐതിഹ്യം. പുരാണ കഥകളനുസരിച്ച് ഒരു ദേവിയാണ് ഏകാദശി ദേവി. ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഘൻ. അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാകട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ദേവിയോട് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണം എന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് എന്നാണ് വിശ്വാസം. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് വിഷ്ണുവിന് മുരാരി എന്ന പേരും ഉണ്ടായി. ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരവുമായാണ് ആഘോഷിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടക്കും. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും.
ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിൽ എത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ ലക്ഷ്മി വരാഹമൂർത്തി സന്നിധിയിൽ പ്രധാന ശ്രീകോവിലിന് മുന്നിലായി എല്ലാ സ്വർഗവാതിൽ ഏകാദശി നാളിലും ഈ ഒരു ദർശനം ഇവിടെ എത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സന്ധ്യാവേളയിൽ പല്ലക്കിലേറി ലക്ഷ്മി ദേവി വരാഹമൂർത്തിയോടൊപ്പം ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുന്ന ഈ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും.
ഒതുങ്ങില്ലെങ്കിലോ ബാക്കിലൊക്കെ കാണാമായിരുന്നു. വീട്ടിൽ വന്നു